ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സെക്ഷൻ 377 IPC, നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, പ്ലേസസ് ന്യൂസ് ആയിട്ട് രാജാജി ടൈഗർ റിസർവ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 377 ഓഫ് IPCയെ കുറിച്ചാണ്. ഈ IPCയുടെ സെക്ഷൻ 377 ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 6 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ബേസിക്കലി ഈ IPCനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന നിയമത്തിനകത്ത് ഈ IPC 377 ഈക്വൽ ആയിട്ടുള്ളൊരു പ്രൊവിഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചില വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതി സെൻറ്ററിനോട് ഈ പറയുന്ന BNSനകത്ത് IPC സെക്ഷൻ 377 സിമിലർ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ചെയ്തതായിട്ടുള്ളൊരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ IPCയുടെ സെക്ഷൻ 377 എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു കൊളോണിയൽ പ്രൊവിഷനായിട്ടാണ് പല ആളുകളും കണക്കാക്കാറുള്ളത്. അതിനകത്ത് പറയുന്നത് അൺനാച്ചുറൽ സെക്സിനെ കുറിച്ചാണ്. അതായത് സ്ത്രീയുമായിട്ടോ പുരുഷനുമായിട്ടോ അല്ലെങ്കിൽ ആനിമൽസുമായിട്ടൊക്കെ ഉള്ള അൺനാച്ചുറൽ സെക്സിനെ കുറിച്ചും അതിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചുമാണ് ഈ സെക്ഷൻ 377 പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 377 ഒരു പ്രധാനപ്പെട്ട പ്രൊവിഷൻ എന്ന് പറയുന്നത് ഈ കൺസെൻഷ്യൽ ആയിട്ടുള്ള സെയിം സെക്സിൽപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനെ പോലും ഇത് അൺനാച്ചുറൽ സെക്സ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗേ, ലെസ്ബിയൻ പോലുള്ള അത്തരത്തിലുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സുകൾ വരെ ഇതിനകത്ത് ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ LGBTQ കമ്മ്യൂണിറ്റിയിലൊക്കെ പെടുന്ന ആളുകളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷനാണ് ഇത്. കൺസെൻഷ്യൽ സെക്സ് എന്ന് പറയുന്ന റൈറ്റ്സിൻ്റെ വയലേഷനാണിതെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി പണ്ട് കാലം തൊട്ടേ ഈ സെക്ഷൻ 377 അഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ചില കേസുകൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പല പല കേസുകളിലൂടെ അവസാനം സുപ്രീം കോടതി 2018 അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയുടെ ബെഞ്ച് ഈ സെക്ഷൻ 377 സെയിം സെക്സിൽപ്പെടുന്ന ആൾക്കാരുടെ കൺസെൻഷ്യൽ സെക്സ് ഒരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് പറയുന്ന പ്രൊവിഷൻ, അതായത് ഈ സെക്ഷൻ 377 ചില പാർട്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി സെക്ഷൻ 377 അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നല്ല, ഇതിൻ്റെ ചില പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില കേസുകളുണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. അതിനകത്ത് ആദ്യം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസ് 2009 ഡൽഹി ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ അതിനകത്ത് ഈ സെക്ഷൻ 377 ഓഫ് IPC എന്ന് പറയുന്നത് കൺസെൻഷ്യൽ സെക്ഷൽ ആക്ട്സിനെ, അതായത് പ്രൈവറ്റ് ആയിട്ട് നടക്കുന്ന അഡൽട്സിൻ്റെ ഇടയിലുള്ള കൺസെൻഷ്യൽ സെക്ഷൽ ആക്ട്സിനെ ക്രിമിനലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 21, 14, 15 പോലുള്ള ഭരണഘടനാ പ്രൊവിഷൻസിൻ്റെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ വയലേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് 2009 ഡൽഹി ഹൈക്കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെതിരായിട്ട് വന്നിട്ടുള്ള അപ്പീലിനകത്ത് 2013 സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതി വിധി റദ്ദാക്കുകയും ഇത് ഈ ആർട്ടിക്കിൾ സെക്ഷൻ 377 കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിൻ്റെ വയലേഷൻ അല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എഗെയിൻ ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നീട് അവസാനം 2018 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഈ സെക്ഷൻ 377 ചില ഭാഗങ്ങൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് ഈ കൺസെൻഷ്യൽ ആയിട്ടുള്ള സെക്ഷൽ ആക്റ്റുകൾ സെക്ഷൻ 377 അനുസരിച്ച് ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നും അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷൻ ആണെന്നും പറഞ്ഞിട്ട് ഈ സെക്ഷൻ 377 ആ രീതിയിലുള്ള ഉപയോഗത്തിനെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സെക്ഷൻ 377 മറ്റുള്ള കേസുകൾ, അതായത് അൺനാച്ചുറൽ സെക്സ് വിത്ത് ആനിമൽസ് അല്ലെങ്കിൽ ചിൽഡ്രന്, അതുപോലെ തന്നെ നോൺ കൺസെൻഷ്യൽ ആയിട്ടുള്ള ഈ അൺനാച്ചുറൽ സെക്സ്, ഈ വക കാര്യങ്ങളൊക്കെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ സെക്ഷൻ 377 പൂർണ്ണമായിട്ടും ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് പകരം ഇതിനെ പാർഷ്യലി ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ് 2018 സുപ്രീം കോടതി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം പുതുതായിട്ടുള്ള ഈ ഭാരതീയ ന്യായ സംഹിത വന്ന സമയത്ത് അതിനകത്ത് ഈ IPCക്കകത്ത് ഉണ്ടായിരുന്ന സെക്ഷൻ 377 സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒഫൻസസിന് വിധേയരാകുന്ന ആളുകൾക്ക്, ഈ കൺസെൻഷ്യൽ സെക്സ് അല്ലാത്ത തരത്തിലുള്ള ഒഫൻസസിന് വിധേയരാകുന്ന ആളുകൾക്ക് ഒരു ലീഗൽ റെമഡി ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി പുരുഷന്മാർക്കൊക്കെ എതിരായിട്ട് നടക്കുന്ന സെക്ഷൽ ഒഫൻസസിനെ ഒരു ഒഫൻസ് ആയിട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സിമിലർ ആയിട്ടുള്ള ഈ സെക്ഷൻ 377 സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഈ BNSനകത്തും ഉൾപ്പെടുത്തണം എന്നുള്ളൊരു വാദം തുടക്ക കാലഘട്ടം തൊട്ടേ, അതായത് ഈ BNS വന്നത് തൊട്ടേ നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഡയറക്ഷൻ വന്നിട്ടുള്ളത്.
ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ NICDP കുറിച്ചാണ്. അപ്പോൾ ഈ NICDPയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 13 ഒരു വാർത്ത വന്നിട്ടുണ്ട്. ക്യാബിനറ്റ് അപ്രൂവ്സ് 12 ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റീസ് ടു സ്പർ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലേ 28,000 crores എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ NICDP എന്ന് പറയുന്നത് ഇത് ബേസിക്കലി പണ്ട് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ പ്രോഗ്രാം എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ NICDP എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. സോ ബേസിക്കലി ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ ബിൽഡ് ചെയ്യുന്നത് വഴി ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ വെബ്സൈറ്റിൽ തന്നെ ഇതിനെ പരാമർശിക്കുന്നത് ഇന്ത്യാസ് മോസ്റ്റ് ആംബിഷ്യസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാം എന്നാണ് ഈ പദ്ധതിയെ വിളിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സിറ്റീസ് ഇന്ത്യയിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ലോകോത്തരമായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ കാണുന്ന വേൾഡ് ക്ലാസ്സിൽ പെടുന്ന സിറ്റികൾ ഉണ്ടാവും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഹബ്ബുകൾ ഉണ്ടാവും. അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ട് ഫ്യൂച്ചറിസ്റ്റിക് ഇൻഡസ്ട്രിയലൈസ്ഡ് സിറ്റീസ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 11-12ഓളം ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ ഈ പ്രോഗ്രാമിന്റെ കീഴിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ചിലതൊക്കെ സ്മാർട്ട് സിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റ് അല്ലെങ്കിൽ NICDIT എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അവരാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസി എന്ന് മനസ്സിലാക്കുക. ഈ ഇംപ്ലിമെന്റേഷൻ ഏജൻസി പ്രവർത്തിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ്. ഈ DPIIT എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക്കലി ഈ ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കുന്ന ഇഷ്യൂസിനെ കുറിച്ച് അല്ലെങ്കിൽ ട്യൂബർക്കുലോസിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫൈറ്റിനെ കുറിച്ചും അതിനകത്തുള്ള ചില ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ഷാർപ്പനിങ് ഇന്ത്യാസ് ആന്റി ട്യൂബർക്കുലോസിസ് ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ ഈ TBയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിൽ TB എലിമിനേഷൻ നടത്തുക അല്ലെങ്കിൽ ഇന്ത്യയിലെ ട്യൂബർക്കുലോസിസ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂട്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പദ്ധതിയാണ് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം. ഇത് 1997 ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം അല്ലെങ്കിൽ RNTCP എന്നുള്ള പേരിലാണ്. 1997 ഇത് ലോഞ്ച് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് കോമ്പോണന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. ബേസിക്കലി ഈ ഇന്ത്യയിലുള്ള ആന്റി ട്യൂബർക്കുലോസിസ് ആക്ടിവിറ്റീസിന് ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യലാണ് ഈ പദ്ധതി പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നാഷണൽ സ്ട്രാറ്റജിക് പ്ലാൻ 2017-25 ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ TB ഫ്രീ ഇന്ത്യ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് TBയെ പ്രിവെന്റ് ചെയ്യുക, ഡിറ്റക്ട് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ യൂണിവേഴ്സൽ കവറേജും സോഷ്യൽ പ്രൊട്ടക്ഷനും ഒക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ TB ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് TB ഡിറ്റക്ഷൻ, TB ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫ്രീ ഓഫ് കോസ്റ്റ് ക്വാളിറ്റി ട്യൂബർക്കുലോസിസ് ഡയഗ്നോസിസും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് സർവീസസും ഇന്ത്യയിലെ ഗവൺമെന്റ് ഹെൽത്ത് സിസ്റ്റത്തിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിനെ കുറിച്ചാണ് അല്ലെങ്കിൽ AIFനെ കുറിച്ചാണ്. സോ അപ്പോൾ ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസിനെ കൂടി ഇതിന്റെ അടിയിൽ കൃത്യമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിനെ റീഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂണിയൻ ക്യാബിനറ്റ് ഡിസൈഡ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 14 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത് ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്ന് മനസ്സിലാക്കുക. അതായത് കംപ്ലീറ്റ്ലി സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. സോ ഇത് ബേസിക്കലി എന്താണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫിനാൻസിങ് ഫെസിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഇന്ത്യയിൽ ഈ അഗ്രികൾച്ചർ സെക്ടറിനകത്ത് വരുന്ന പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകും. അതായത് വെയർ ഹൗസിംഗ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഫാമിംഗ് അസറ്റുകൾ ബിൽഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യുന്ന ലോണുകൾ കൊടുക്കുന്ന ഒരു ഫിനാൻസിങ് ഫെസിലിറ്റിയാണ് AIF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കർഷകരായിട്ടുള്ള ആളുകൾ, അതായത് ഇതിനകത്ത് ചില ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ബെനിഫിഷ്യറീസിനെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്
ഫാർമേഴ്സ്, അഗ്രി എന്റർപ്രണേഴ്സ്, ഫാമർ ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ജോയിന്റ് ലാബിലിറ്റി ഗ്രൂപ്പുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ കീഴിലുള്ള ഫാമേഴ്സ് ഓർഗനൈസേഷൻസ്, ഇങ്ങനെയുള്ള അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കോ ഈ പറയുന്ന പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഫാമിംഗ് അസറ്റ്സ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ടു ലോങ് ടേം ഡെപ്റ്റ് ഫിനാൻസിങ്, അതായത് മീഡിയം ടു ലോങ് ടേം ലോൺസ് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2020-2032 സാമ്പത്തിക വർഷത്തേക്കാണ് ഈ പദ്ധതി പ്രവർത്തിക്കുക. 2020 ഫിനാൻഷ്യൽ ഇയർ തൊട്ട് ഫിനാൻഷ്യൽ ഇയർ 2020 തൊട്ട് 2032 സാമ്പത്തിക വർഷം വരെയാണ് ഇത് പ്രവർത്തിക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 2025-26 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും ഏകദേശം 1 ലക്ഷം കോടി രൂപ ഈ സ്കീമിന്റെ ഭാഗമായിട്ട് ബാങ്കുകളും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റുള്ള പാർട്ട്ണർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ലോൺസ് ആയിട്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ലോൺസിനകത്ത് ഗവൺമെന്റ് സപ്പോർട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു 3% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്. അതായത് 3% ഇൻട്രസ്റ്റ് സബ്സിഡി ഈ ലോണുകൾ എടുക്കുന്ന ആളുകൾക്ക് കിട്ടും പെർ ഇയർ. ഓക്കെ, അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്, അല്ലെങ്കിൽ MSME സെക്ടറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറേജും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതായത് അപ് ടു 2 കോടി രൂപ വരെയുള്ള ലോൺസിന് ഇവർ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറേജ് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് രാജാജി ടൈഗർ റിസർവിനെ കുറിച്ചാണ്. അപ്പോൾ രാജാജി ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു വാർത്തയുണ്ട്. ഈ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് രാജാജി ടൈഗർ റിസർവിന്റെ പുതിയ ഹെഡിനെ അപ്പോയിന്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ആ വാർത്തക്കകത്ത് പറയുന്നത്. അപ്പോൾ ഈ രാജാജി ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഇതൊരു നാഷണൽ പാർക്ക് കൂടിയാണെന്ന് മനസ്സിലാക്കുക. 1983 ഇതൊരു നാഷണൽ പാർക്കായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തതാണ്. പിന്നീട് 2015 ഇതിനൊരു ടൈഗർ റിസർവ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടൈഗർ റിസർവും നാഷണൽ പാർക്കും കൂടിയാണെന്ന് മനസ്സിലാക്കുക. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ഹിമാലയൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലുള്ള 3 ജില്ലകളിലായിട്ട്, അതായത് ഹരിദ്വാർ, ദെറാഡൂൺ, അതുപോലെ തന്നെ പുരി, ഗൗർവാൾ എന്നീ പറയുന്ന 3 ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു ടൈഗർ റിസർവ് ആണ് രാജാജി ടൈഗർ റിസർവ് എന്ന് പറയുന്നത്. ഈ ഉത്തരാഖണ്ഡിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലൂടെയൊക്കെ കടന്നു പോകുന്ന ശിവാലിക് ഫുഡ് ഹിൽസിന്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ശിവാലിക് എക്കോസിസ്റ്റം ഉള്ള ശിവാലിക് ഫുഡ് ഹിൽസിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടൈഗർ റിസർവ് ആണ് രാജാജി ടൈഗർ റിസർവ്. ഓക്കെ, അപ്പോൾ ഈ ഹിമാലയത്തിനകത്തുള്ള ടെമ്പറേറ്റ് വെസ്റ്റേൺ ഹിമാലയാസിനും അതുപോലെ തന്നെ സെൻട്രൽ ഹിമാലയാസിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷൻ സോണായിട്ടാണ് ഈ ഒരു മേഖലനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ള വലിയ എലഫന്റ് പോപ്പുലേഷൻ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ രാജാജി ടൈഗർ റിസർവ് അല്ലെങ്കിൽ രാജാജി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ രാജാജി നാഷണൽ പാർക്കിലൂടെ ഈ രാജാജി നാഷണൽ പാർക്കിന് അല്ലെങ്കിൽ രാജാജി ടൈഗർ റിസർവിന് ആ പേര് വരാനുള്ള കാരണം നമ്മുടെ ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള C രാജഗോപാലാചാരിയുടെ പേരിൽ നിന്നാണ്. അതുപോലെ തന്നെ ഗംഗ അതുപോലെ തന്നെ സോങ് എന്നീ 2 റിവേഴ്സ് ഈ ടൈഗർ റിസർവിലൂടെ അല്ലെങ്കിൽ ഈ നാഷണൽ പാർക്കിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.